അങ്ങനെ വീക്ക്ലി ടാസ്കിന്റെ അവസാനത്തിൽ 261 പോയിന്റ്സുമായിട്ട് ആര്യൻ വിന്നർ ആയിരിക്കുകയാണ്. അങ്ങനെ ആര്യന് ടിക്കറ്റ് ഫിനാലിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കും, ഒരു പ്രത്യേക സവിശേഷത ഉണ്ടായിരിക്കും ആര്യന്. ആൻഡ് ഇന്ന് ഫുൾ ഓഫ് അനുമോളുടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആയിരുന്നു. അതായത് അനുമോൾ ആരോടും മിണ്ടുന്നില്ല, മാറിയിരിക്കുന്നു, അങ്ങനെയുള്ള ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആയിരുന്നു. നൂറ ഇവിടെ അനുമോളുടെ ഫ്രണ്ട്ഷിപ്പ് വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസിഷനിൽ നിൽക്കുകയാണ്. ഷാനവാസിന് എഗെയിൻസ്റ്റ് ആയിട്ട് കളിക്കാനുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ്. എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്, ഇന്നത്തെ സ്ക്രാച്ച് ആൻഡ് വിൻ കോയിൻ ടാസ്ക് എന്തായിരുന്നു നമുക്ക് റിവ്യൂ ചെയ്യാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടൊന്ന് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പൊ രാവിലെ തന്നെ കിച്ചണിലൊരു മോർണിംഗ് സോങ്ങിന് കിച്ചണിലൊരു ടോക്കാണ്. അതായത് അനുമോള് കിച്ചണിൽ നിന്ന് ഇറക്കി വിട്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു ടോക്കാണ്. നെവിൻ പറയുന്നുണ്ട് ഇനി അവളെ ഞാൻ ഈ പരിസരത്ത് അടുപ്പിക്കില്ലെന്ന് പറഞ്ഞ നെവിൻ അവിടെ അനുമോൾക്ക് എഗെയിൻസ്റ്റ് കുറെ പറയുന്നുണ്ട്. ഇതിന് ശേഷം ആദിലും നൂറയും കൂടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇറക്കുന്ന അനുമോളടുത്ത് പോയിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്താണ് മോളെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ പോയിരുന്ന് പറയുന്നുണ്ട്. ആൻഡ് അനുമോൾ അവിടെ ഇങ്ങനെ മാറിയിരിക്കുന്നുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് സാബുമാൻ വന്നിട്ട് അക്ബറിന്റെ ടീമിൽ ക്ലീനിങ് ഡ്യൂട്ടി ആയിരിക്കും അനുമോൾക്കെന്ന് സാബുമാൻ വന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇതിനുശേഷം ആദിലയും നൂറയും കൂടെ മാറി നിന്നിട്ട് അനുമോളെ കുറ്റം പറയാണ്. അത് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇപ്പൊ അത് നടക്കുന്നുണ്ട്. ഇവര് ആദിലയും നൂറയും കൂടെ അനുമോളുടെ മുമ്പിൽ നല്ലത് പറയും, ഇതിന് മാറി ഇരുന്നിട്ട് കുറ്റം പറയും. ആൻഡ് ഇതിനുശേഷം ബിഗ് ബോസ് സ്ക്രാച്ച് ആൻഡ് വിൻ ടാസ്ക് കൊണ്ടുവരികയാണ്. സ്ക്രാച്ച് ആൻഡ് വിൻ ടാസ്കില് ഓരോ 3 റൗണ്ട് ആയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് റൗണ്ടിൽ അനുമോൾ ടാസ്ക് ലെറ്റർ വായിച്ചോളൂ. അനുമോൾ ഒരു കാർഡ് കണ്ടു എന്നവിടെ പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് അനുമോൾ അത് എടുക്കലെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ അത് നമ്മൾ ട്രഷർ കണ്ടില്ല, അതുപോലെ തന്നെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കാർഡ് കണ്ടുപിടിക്കുക, ഇതാണ്. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പം അതിലേക്ക് 4 കോയിനാണ് കിട്ടിയത്. ആൻഡ് ഇതില് ഒരു ബേൺ കോയിൻ ഉണ്ടായിരുന്നു, അതായത് ബേൺ ഓൺ കോയിൻ എന്ന് പറഞ്ഞ ഒരു കോയിൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് സ്ക്രാച്ച് ചെയ്തപ്പോഴാണ് കണ്ടത്. അങ്ങനെ എല്ലാ പോയിന്റ്സ് എല്ലാം നഷ്ടമായി. ആൻഡ് നെവിന് 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, നൂറയ്ക്ക് 19 പോയിന്റ്, സാബുമാന് 15 പോയിന്റ്, അക്ബറിന് 8 പോയിന്റ്, ലക്ഷ്മിക്ക് 6 പോയിന്റ്, ഷാനവാസിന് 14 പോയിന്റ്, അനീഷിന് 3 പോയിന്റ്, അനുവിന് 12 പോയിന്റ്, ആര്യന് 16 പോയിന്റ്. പക്ഷെ ഇതിന്റെ ഇടയിൽ കൂടെ ആര്യൻ ചെയ്ത് വെച്ച എന്താന്ന് വെച്ചാൽ ആര്യന് കുറച്ച് കോയിൻസ് ഒളിപ്പിച്ചു വെച്ചു. അത് ആര്യൻ പറയുന്നത് അനുമോക്ക് ബേൺ ഔട്ട് പോയിന്റ് കിട്ടിയോണ്ടാണ് ഒളിപ്പിച്ചു വെച്ചതെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ബിഗ് ബോസ് കൈയോടെ പൊക്കി, കളി എന്നോട് വേണ്ട ആര്യ എന്ന് പറഞ്ഞ് ബിഗ് ബോസ് കൈയോടെ പൊക്കി ആര്യന് നല്ലോണം ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് അതില് പണിയുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ് ചേർത്ത ഫുഡ് കഴിക്കാൻ പാടില്ല, വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിന് ശേഷം ആരും കോയിൻ ഒളിപ്പിച്ചതിനെതിരെ എല്ലാരും കൂടെ ഇത് ഇടുന്നുണ്ട്. ഇതിന്റെ അക്ബർ ഇന്നത്തെ സംഭവം കുത്തിപ്പൊക്കുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, ഇവിടെ അനീഷ് ആണെങ്കിൽ ആര്യനെതിരെ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ഇവന്റെ എല്ലാ പോയിന്റ്സും റദ്ദാക്കണം എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. ഇതിന്റെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായത് എന്ത് ചെയ്യണം ഞാൻ തീരുമാനിച്ചോളാം, അനീഷ് പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് പറയുന്നുണ്ട്, അതൊന്നും കാണിച്ചില്ല. ഇതിനുശേഷം ആദില പോയിട്ട് അക്ബറിനോട് നടന്ന കാര്യം പറയണം. അതായത് ഡോൾ എടുത്തത്, ആ പാവ എടുത്തത് ആദിലയാണെന്ന് അക്ബറിനോട് പോയി പറയാണ്. അങ്ങനെ അക്ബർ അവിടെ ഇരുന്നിട്ട് സങ്കടം പറഞ്ഞ് കരച്ചിലാണ്. അതിലവിടെ സങ്കടം പറഞ്ഞിട്ട് കരയുന്നുണ്ട്. രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് കരച്ചിലുണ്ട്. ആർക്കെങ്കിലും പോയിന്റ്സ് കിട്ടിക്കൂടെ, ഇങ്ങനെ എന്താണ് കാര്യം എന്നൊക്കെ ഇങ്ങനെ ഇതിപ്പോ ഗെയിം അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ അവിടെ ഇരുന്ന് കരച്ചിലുണ്ട്, ആദില അവിടെ ഇരുന്ന് കരച്ചിലുണ്ട്. ആൻഡ് ഇതിനുശേഷം സെക്കൻഡ് റൗണ്ട് തുടങ്ങി. സെക്കൻഡ് റൗണ്ടില് എന്ത് ചെയ്തു, ഇതിനിടയ്ക്ക് സെക്കൻഡ് റൗണ്ടില് ഇതിന്റെ ഇടയിലുള്ള സോഫ്റ്റ്വെയർ എടുക്കാൻ അക്ബർ കത്തിയൊക്കെ യൂസ് ചെയ്താണ് എടുക്കുന്നത്. എന്നിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, ബിഗ് ബോസ് ആണ് പറയുന്നത് കത്തി താഴെയിട് എന്ന് പറഞ്ഞ് ബിഗ് ബോസ് അവിടെ തക്കടിക്കുന്നുണ്ട്. ഇതിന് ശേഷം പോയിന്റ്സ് എടുക്കുകയാണ്. പോയിന്റ്സ് എടുക്കുമ്പോൾ ലക്ഷ്മിക്ക് 8 പോയിന്റ്സ്, അനീഷിന് പണി വന്നിട്ടുണ്ട്. അതായത് കിട്ടുന്ന ആഹാരം 3 പേർക്ക് ഷെയർ ചെയ്യണം എന്ന് പണി വന്നിട്ടുണ്ടായിരുന്നു. 7 പേർക്കോ എന്തോ ഷെയർ ചെയ്യണമെന്ന് പണി വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ്
ഷാനവാസിന് 19 പോയിന്റ്, ആര്യന് 20 പോയിന്റ്, നെവിന് 8 പോയിന്റ്, സാബുമാന് 9 പോയിന്റ്, നോറയ്ക്ക് 9 പോയിന്റ്, ആദിലയ്ക്ക് 12 പോയിന്റോ എന്തോ ആണ്. പിന്നെ നെവിന് 10 പോയിന്റ്, അനുവിന് ദീപാവലിക്ക് കിട്ടുന്ന വീട്ടിൽ നിന്ന് കിട്ടുന്ന ഗിഫ്റ്റ് കിട്ടില്ല എന്നുള്ള പണിയും കിട്ടി, മാത്രമല്ല 17 പോയിന്റ് അല്ലാതെയും കിട്ടി. മൂന്നാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഫൈനൽ റൗണ്ട് ആണ്. ഫൈനൽ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഫൈനൽ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പം അനുവിന് പിന്നെയും പണി കിട്ടി. സ്വീറ്റ്സ് കഴിക്കാൻ പാടില്ല. അതായത് അനുമോക്ക് ദീപാവലിക്ക് കിട്ടുന്ന ഗിഫ്റ്റും കിട്ടത്തില്ല. ഗിഫ്റ്റ് എന്തായാലും സ്വീറ്റ് ബോക്സ് ആയിരിക്കും. ഗിഫ്റ്റും കിട്ടില്ല, ദീപാവലിയുടെ സ്വീറ്റ്സ് കഴിക്കാനും പറ്റില്ല. അങ്ങനെ നല്ലൊരു പണി അനുമോക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇത് അതിലൂടെ തന്നെ അനുമോക്ക് 12 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട് മൂന്നാമത്തെ റൗണ്ടില്. അനീഷിന് 8 പോയിന്റ്സ്, ആദിലയ്ക്ക് 4 പോയിന്റ്സ്, അക്ബറിന് 15 പോയിന്റ്സ്, നെവിന് 9 പോയിന്റ്സ്, ലക്ഷ്മിക്ക് 8 പോയിന്റ്സ്, സാബുമാൻ 5 പോയിന്റ്സ്, ഷാനവാസിന് ഉപ്പുള്ള ഭക്ഷണം ഒന്നും കഴിക്കാൻ പാടുന്ന പണിയും കിട്ടി, 26 പോയിന്റ്സും കിട്ടി, ആര്യന് 11 പോയിന്റ്സ്, നൂറയ്ക്ക് 18 പോയിന്റ്സ്. ഇങ്ങനെയാണ് പോയിന്റ് നില വന്നത്. ആൻഡ് ഇത് ഫൈനൽ റൗണ്ട് ആയിരുന്നു. അപ്പൊ ഫൈനൽ റൗണ്ടിന് ശേഷം എല്ലാവർക്കും കിട്ടിയ പോയിന്റ്സ് ഇതൊക്കെയാണ്. അനുവിന് 41 പോയിന്റ്സ്, അനീഷിന് 18 പോയിന്റ്സ്, ആദിലയ്ക്ക് 16 പോയിന്റ്സ്, അക്ബറിന് 31 പോയിന്റ്സ്, നെവിന് 30 പോയിന്റ്സ്, ലക്ഷ്മിക്ക് 22 പോയിന്റ്സ്, സാബുവിന് 29 പോയിന്റ്സ്, ഷാനവാസിന് 59 പോയിന്റ്സ്, ആര്യന് 51 പോയിന്റ്സ്, നൂറയ്ക്ക് 46 പോയിന്റ്സ്. ആൻഡ് ഇനി നടന്ന ഇത് വീക്ക്ലി ടാസ്കിന്റെ അവസാനത്തെ ടാസ്ക് ആയിരുന്നു. അവസാനത്തെ ടാസ്കിന്റെ റൗണ്ട് ആയിരുന്നു. അപ്പം ടോട്ടൽ പോയിന്റ്സ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. ഇതിൽ ടോട്ടൽ പോയിന്റ്സ് അനുമോക്ക് 188, അനീഷിന് 198, ആദിലയ്ക്ക് 133, അക്ബറിന് 90, നെവിന് 149, ലക്ഷ്മിക്ക് 115, സാബുമാൻ 69, ഷാനവാസിന് 107, ആര്യന് 261, നൂറയ്ക്ക് 95. ഇതിൽ ഏറ്റവും കുറവ് കിട്ടിയിട്ടുള്ളത് സാബുമാനാണ്. 69 കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ഫസ്റ്റ് ആ ടിക്കറ്റ് ഫിനാലെ ഈ ഒരു വീക്ക്ലി ടാസ്കിൽ വിന്നർ ആയിരിക്കുന്ന ആര്യനാണ്. ആര്യന് ടിക്കറ്റ് ഫിനാലിൽ സ്പെഷ്യൽ അധികാരം ഉണ്ടായിരിക്കും. സെക്കൻഡ് വന്നിരിക്കുന്നത് അനീഷാണ്, 198 പോയിന്റ്സ്. തേർഡ് വന്നത് അനുമോക്കാണ്, 188 പോയിന്റ്സ്. ഇതിനുശേഷം അനുമോളെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അതൊക്കെ കണ്ടിട്ട് അനീഷ് പോയിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് അനുമോളെ ആരോടൊന്നും മിണ്ടാതെ മാറിയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അനീഷ് അനുമോള് പറയുന്നുണ്ട്, എന്താണ് അനീഷ് അനുമോളോട് പറയുന്നുണ്ട് എന്താണ് ഇത്ര വീക്കായിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അനുമോള് പറയുന്നത്, ആർക്കെങ്കിലും ഉപകാരം ചെയ്താൽ ഉപദ്രവമായി വരും, അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കാൻ തീരുമാനിച്ചു, ഇന്നൊരു ദിവസം മിണ്ടാതിരിക്കാൻ തീരുമാനിച്ചു എന്ന് അനുമോള് തിരിച്ച് പറയുന്നുണ്ട്. ഇതിനുശേഷം ഇതിനിടയ്ക്ക് അവിടെ സംസാരിക്കുന്നത് ഇതില് സാബുമാൻ പറഞ്ഞത്, അനുമോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ എപ്പോഴേ ഫുഡായേനെ എന്നൊക്കെ അനുമോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. കാണിച്ച് അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്ന് ഫുഡ് സത്യം പറഞ്ഞാൽ നെവിൻ കയറിയപ്പോ നെവിന് ചെറുതായിട്ട് മതിയായി, പക്ഷെ അവര് നന്നായിട്ട് ഫുഡ് സെർവ് ചെയ്തു. ആൻഡ് ഇവർക്ക് ഈ റെസ്ട്രിക്ഷൻസ് വന്നല്ലോ, പണി വന്നല്ലോ. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് ആ ഷാനവാസിന് ഉപ്പിടാത്ത ഫുഡ്, നെവിന് നോൺ വെജ് കഴിക്കാൻ, നെവിനിൽ ആരും നോൺ വെജ് കഴിക്കാൻ പാടില്ല, പൊട്ടേറ്റോ കഴിക്കാൻ പാടില്ല, അങ്ങനത്തെ 2 പണികൾ നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ അത് ഫസ്റ്റ് റൗണ്ടിലാണ്. അതുപോലെ തന്നെ അനീഷിന് ഫുഡ് ഷെയർ ഇതൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇതിനുശേഷം അനുമോള് ഫുഡ് കഴിക്കാതെ ഇങ്ങനെ മാറി പുറത്തിരിക്കുകയാണ്. ക്യാമറ സ്പേസ് ഒക്കെ നോക്കി ഇങ്ങനെ പുറത്തിരിക്കുകയാണ്. അനുമോള് ഫുഡ് കഴിക്കാതെ മാറി ഇരിപ്പുണ്ട്. അനീഷ് പോയിട്ട് ഫുഡൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നു എല്ലാവർക്കും. ആൻഡ് ഇതിനുശേഷം ഷാനവാസ് വന്ന് അനുമോളോട് ഇതിനിടയ്ക്ക് ഷാനവാസ് അനുമോളോട് സംസാരിക്കുന്നുണ്ട്. അല്ല, ഇതിനിടയ്ക്ക് ഷാനവാസ് അനുമോളോട് സംസാരിക്കുന്നതിന് മുമ്പ് ആര്യം പറയുന്നത്, ഞാൻ വിചാരിച്ചു ഇവളുടെ വെറുതെ ഡ്രാമയാണെന്നാ, പക്ഷെ ഇവർക്ക് എന്താ ഇത്ര പൊട്ടിയിരിക്കാൻ കാരണം, ഇവരെന്തിനാ ഇങ്ങനെ മാറിയിരിക്കും, എന്താന്ന് ആര്യം ചോദിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഷാനവാസ് പോയിട്ട് സംസാരിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അനുമോളെ ട്വിസ്റ്റ് ചെയ്ത് ആദിലയുടെ ഷാനവാസിനെ വിഷയം എടുക്കുന്നുണ്ട്. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട്, ഞാൻ ആദിലയോട് മിണ്ടിയിട്ടില്ല, ആദില ഇന്ന് എന്നോട് മിണ്ടിയിട്ടില്ല, ഇന്നലെ ലിവിങ് ഏരിയയിൽ വിളിക്കാനിരുന്നപ്പോ ലക്ഷ്മി വിളിച്ചതിന് ആദിൽ എന്നോട് കുറെ ചൂടായി, അതായത് ആദിലെ പോയി വിളിച്ചത് ഞാൻ ചോദ്യം ചെയ്തപ്പോൾ ആദിൽ എന്നോട് പോയി ചൂടായി എന്നൊക്കെ ഷാനവാസ് പറയുന്നു. ആദിലോട് ഞാൻ മിണ്ടുന്നില്ലെന്ന് പറയുന്നു. ആൻഡ് ഇതിനുശേഷം നൂറെ ആദിലയും കൂടെ ഒരേ സംസാരം, നൂറെ ആദിലെ അക്ബറും ആര്യനും കൂടെ പണപ്പെട്ടി എടുക്കുന്നതിന്റെ പ്ലാനിങ്. ആൻഡ് ഇതിനുശേഷം നൂറെ ആദിലയും കൂടെ പണപ്പെട്ടി എടുക്കുന്നതിന്റെ പ്ലാനിങ്. ആൻഡ് അതിനുശേഷം ഷാനവാസിനെ അനുവിനെ മാറി നിന്ന് കുറ്റം പറയല്, കുലശ്രീ എന്ന് വിളിച്ച് കുറ്റം പറയല്.
എന്ന് വെച്ചാൽ അനിമോളുടെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഇനി വേണം നൂറ പറയുന്നുണ്ട്. ഈ ആദിലെയും അത് കണക്കിനെ കുറെ പറയുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഷാനവാസ് ഇയാളൊരു ഹിറ്റ്ലർ ആണെന്ന് എനിക്ക് ഇപ്പോഴാണ്, നേരത്തെ വല്ല ആയിരുന്നെങ്കിൽ ഞാൻ മുഖത്ത് നോക്കി പച്ചയ്ക്ക് വല്ല വിളിച്ച് നൂറായും പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും അവർക്ക് ഇപ്പൊ അനുമോളുമായിട്ട് ബോണ്ട് ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല, ഷാനവാസുമായിട്ടും താല്പര്യമില്ല. ഇതിന് ശേഷം എന്തായാലും അവർക്ക് പണപ്പെട്ടി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ബേബി നന്നായിട്ട് കളിച്ചാൽ ബേബി ടോപ്പ് 5 എത്തും എന്ന് നൂറ പറയുന്നുണ്ട്. അതിനുശേഷം അനുമോള് പോയിട്ട് നൂറയുടെ അതിലെ കട്ടിലിൽ പോയി അവരെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് അവർ വലിയ മൈൻഡ് ആദ്യം വയ്ക്കുന്നില്ല, എന്താണ് മിണ്ടൂലെന്നൊക്കെ ചോദിച്ച് വയ്ക്കുന്നില്ല. നീ എന്തിനാ എന്റെ കുറ്റം പോയി അവിടെയൊക്കെ പറയുന്നതെന്നൊക്കെ അനുമോള് ചോദിക്കുന്നുണ്ട്. ആൻഡ് ഷാനവാസിന്റെ കാര്യമൊക്കെ എടുത്തിട്ട് വെച്ച് ചോദിക്കുന്നുണ്ട്. ഇവിടെയാണ് എപ്പിസോഡ് തീരുന്നത്, വേറെ ഒന്നുമില്ല. അപ്പം വീക്ക്ലി ടാസ്ക് ആര്യൻ വിൻ ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ് ആര്യൻ. കാര്യം ആര്യൻ എനിക്ക് എന്തോ ഇപ്രാവശ്യം ആര്യൻ നല്ല ഫെയർ ആയിട്ട് ഗെയിം കളിച്ചത് എനിക്ക് ഫീൽ ചെയ്തു. എല്ലാ കാര്യത്തിലും ആര്യൻ നല്ല ഫെയർ ആയിട്ടാണ് ആര്യൻ ഗെയിം കളിച്ചത്, പറയാതിരിക്കാൻ പറ്റൂല. ആര്യൻ നന്നായിട്ട് ടാസ്ക് എല്ലാം പെർഫോം ചെയ്തു. ആൻഡ് പക്ഷെ ആര്യൻ ഈ ലാസ്റ്റ് ഫൈനൽ ടാസ്കിൽ ആര്യൻ ചെയ്ത കുറച്ച് കടന്ന കൈയായിപ്പോ. അങ്ങനെ കോയിൻ ഒളിപ്പിക്കാൻ പാടില്ലായിരുന്നു. ബിഗ് ബോസ് കൈയോടെ പൊക്കി മിക്കവാറും ലാലേട്ടൻ ആര്യന് കിട്ടും. അനുമോളെ കാര്യം എടുത്ത് പറയാനാണെങ്കിൽ അനുമോള് ആദിലെയും നൂറയും ഫ്രണ്ട്ഷിപ്പ് വിട്ടാൽ അനുമോൾക്ക് ഗുണം മാത്രമേ ഉണ്ടാവൂ. കാരണം എന്താന്ന് വെച്ചാൽ ആദിലെയും നൂറയും കൂടെ നിൽക്കുമ്പം ഇവര് മാക്സിമം ഒരു ബാക്ക് സ്റ്റാബ് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ അനുമോക്ക് തന്നെ ഗുണമായിട്ട് വരെ ഉള്ളൂ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അനുമോക്ക് നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. പക്ഷെ നെഗറ്റീവാണ് ഇപ്പൊ കൂടുതൽ എറിച്ച് നിൽക്കുന്നത് അനുമോക്ക്. എന്തായാലും എല്ലാവരും അനുമോളെ വെച്ച് തന്നെയാണ് ഇപ്പോഴും ഗെയിം കളിക്കുന്നത്. കുറച്ച് നാളില്ലേ, ഇപ്പൊ പിന്നെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്തോന്നാണ് ഈ പിന്നെ പറയാൻ ആദിലയുടെ നൂറയുടെ കാര്യം. ഇവര് ആരെങ്കിലും ഒരാളെ പണപ്പെട്ടി എടുക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നത്. പണപ്പെട്ടിയുടെ എമൗണ്ട് എത്രയാണെന്നൊക്കെ നമ്മുടെ അക്ബറിനോട് ആര്യനൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ നെവിന്റെ കാര്യം കുറച്ച് കഷ്ടമാണ്. നെവിൻ കുറച്ച് വീക്കായിട്ടാണ് വോട്ടിങ്ങിൽ നിൽക്കുന്നത്. നെവിൻ പോവോ ഇല്ലേന്ന് അറിയില്ല. അപ്പൊ നാളെയാണ് ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ട്. പക്ഷെ നാളെ അത് നമുക്ക് ശനിയാഴ്ച ഞായറാഴ്ച കാണാൻ പറ്റുള്ളൂ. ആരെ എവിക്റ്റ് ആവുമെന്ന് നോക്കാം, അതോ നോ എവിക്ഷൻ ആക്കുമെന്ന് നോക്കാം. മാത്രമല്ല ഇവിടെ അടുത്ത ആഴ്ച മുതൽ ടിക്കറ്റ് ഫിനാലെയാണ്. അപ്പം എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നത് അതിന് വേണ്ടിയിട്ടായിരിക്കും. സോ നമുക്ക് നോക്കാം നാളത്തെ എപ്പിസോഡിൽ നാളെ ആരൊക്കെയാണ് ക്യാപ്റ്റൻസിയിലേക്ക് പോകുന്നത്, നാളെ ആരൊക്കെയാണ് ജയിലിലേക്ക് പോകുന്നത് നമുക്ക് നോക്കാം. സോ ഇന്നത്തെ റിവ്യൂ ഇത്രയേ ഉള്ളൂ. ആൻഡ് ടാറ്റ ആൻഡ് താങ്ക് യു.